നമസ്കാരം. കഴിഞ്ഞ ദിവസം, അതായത് 4-ാം തീയതി, നമ്മുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം തിരുവല്ലയിൽ വന്നപ്പോൾ ഞാൻ ഇതുവരെ ഒരു പ്രധാനമന്ത്രിമാരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇന്ദിരാഗാന്ധിയെ കാണണമെന്നുണ്ടായിരുന്നു, രാജീവ് ഗാന്ധിയെ കാണണമെന്നുണ്ടായിരുന്നു. അതിലൊക്കെ ഏറെ എനിക്ക് ആഗ്രഹമായിരുന്നു APJ അബ്ദുൾ കലാമിനെ ഒന്ന് കാണണമെന്ന്. അതൊന്നും എനിക്ക് സാധിച്ചില്ല. അപ്പം മോദിയെ കാണണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു, നയനാരെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് ഞാൻ ഒരിക്കലും സാധിച്ചു. ഈ പറഞ്ഞ പോലെ നമ്മുടെ സുഷമ സ്വരാജിനെ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. അതും എനിക്ക് ഒരു പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ ടൈം ആണെന്ന് തോന്നുന്നു, ആറന്മുള വന്നപ്പം. അപ്പം നമ്മള് പാർട്ടി നോക്കിയിട്ടല്ല, നമ്മുടെ ഓരോ ഇഷ്ടങ്ങളാണല്ലേ, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഓരോ ഇഷ്ടങ്ങള്. പാർട്ടി നോക്കിയിട്ടല്ല നമ്മൾ പലരെയും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടമായിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഈ പറഞ്ഞ പോലെ നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹം ഏത് പാർട്ടിയുടെയും ആളായിക്കോട്ടെ, പക്ഷെ അത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ കാണാൻ പോയതിന്റെ വീഡിയോസ് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അദ്ദേഹത്തെ പോയി നേരിൽ കണ്ടു. കുറച്ച് ദൂരെ നിന്നാണ് കണ്ടത്, എന്നാലും എനിക്കത് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് തന്നെയായിരുന്നു. കാരണം പ്രധാനമന്ത്രിയാണ് ഞാൻ കാണാൻ പോകുന്നതെന്നുള്ള ഒരു വികാരം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കണ്ടപ്പോൾ സത്യത്തിൽ എന്റെ കണ്ണു നിറഞ്ഞു പോയി. കാരണം അത് സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ആ സമയത്ത്. അപ്പോ കാണാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. കാരണം അത്രയ്ക്ക് ജനമായിരുന്നു, 10-50,000 പേരോളം തടിച്ചുകൂടിയ സ്ഥലമായിരുന്നു. കാണാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് കുറച്ച് മുമ്പിലൊക്കെ ഇരിക്കാൻ പറ്റി. അതേപോലെ തന്നെ വരുന്ന വഴിയിലൊക്കെ അദ്ദേഹത്തിന്റെ ആൾക്കാരെ തിങ്ങി നിറഞ്ഞതൊക്കെ അതൊക്കെ പ്രധാനമന്ത്രിയെ കാണാനാണ്. അതൊന്നും ഒരു പാർട്ടി ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ മുമ്പിൽ എന്തോ ആണ് ഇയാൾ കാണിക്കുന്നതെന്ന് കാണാൻ വേണ്ടിട്ട് പോയിരിക്കുന്നതായിരിക്കാം. പക്ഷേ അതിനിടയിൽ വന്ന കുറെ പരിഹാസങ്ങൾ, പ്രധാനമന്ത്രിയെ കാണാൻ പോയതിന് ഇതിനെ മാത്രം പരിഹസിക്കാനും കളിയാക്കാനും എന്തിരിക്കുന്നു എന്ന് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ പരിഹസിക്കാനും കളിയാക്കാനും മാത്രമായിട്ടുണ്ട് എന്ന് ഒരു നിമിഷം പോലും ആലോചിക്കാത്ത ഈ മനുഷ്യര് മൂഢ ലോകത്താണോ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കൂവമണ്ഡൂപങ്ങളെന്നോ അല്ലെങ്കിൽ ഈ പൊട്ടക്കിണറ്റിലെ തവള എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരെ നമുക്ക് ഈ കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കും. ഭയങ്കര കോമഡിയാണ് കേട്ടോ. പ്രധാനമന്ത്രിയെ കാണാൻ പോയതിനൊക്കെ അതിനെക്കുറിച്ച് ചെന്ന് ചോദിക്കുക നിന്റെ മോദിയോട്, ഈ പറഞ്ഞ പോലെ തരാനുള്ള കാശ് തരാൻ പറ. അതിനാണോ ഞാൻ ജീവിച്ചിരിക്കുന്നത്? അതിനൊക്കെ പ്രതിപക്ഷ നേതാവും വല്ല ആൾക്കാരും അല്ലെ നിങ്ങളുടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെയുള്ള ആവശ്യത്തിനുള്ള ആൾക്കാർ ഈ നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭയിലൊക്കെ ഇല്ലേ? അവരൊക്കെയല്ലേ ചോദിക്കണ്ട, അല്ല ഞാനാണോ ഇത് ചോദിക്കേണ്ട? ഇനിയിപ്പോ ഞാൻ എന്റെ പ്രധാനമന്ത്രിയെ പോയി കണ്ടെന്ന് വിചാരിച്ചാൽ നീ നാളെ തൊട്ട് റോഡ് ടാക്സ് അടയ്ക്കണ്ട, അല്ലെ നീ ITR ഫയൽ ചെയ്യണ്ട, അല്ലെങ്കിൽ നീ ഇനിയിപ്പം എവിടെയെങ്കിലും പോകുമ്പം ഇതുപോലെ ട്രോള് പൈസ കൊടുക്കണ്ട എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ നിയമ നടപടികളും അല്ലെങ്കിൽ എല്ലാ പിരിവുകളും അല്ലെങ്കിൽ എല്ലാ ടാക്സും എല്ലാം അടച്ചു തന്നെ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഞാൻ നല്ലപോലെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഞാൻ ഈ പറഞ്ഞൊരു വീഡിയോ ചെയ്തതുകൊണ്ടോ അദ്ദേഹത്തെ പോയി കണ്ടതുകൊണ്ടോ എനിക്ക് ഒരു ഇളവും കിട്ടുന്നില്ല. പക്ഷേങ്കിൽ അത് ഓരോരുത്തരുടെ ആഗ്രഹമാണ്. എനിക്ക് യേശുദാസിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, മോഹൻലാലിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇദ്ദേഹം ഇതുപോലെ എവിടെയെങ്കിലും അടുത്ത് വന്നാൽ ഞാൻ തീർച്ചയായിട്ടും പോയി കാണും. അപ്പൊ നിങ്ങൾ എന്നെ എന്താക്കും? ഇപ്പോ ഈ പറഞ്ഞ പോലെ എനിക്ക് സുരേഷ് കുറുപ്പിനെ ഭയങ്കര ഇഷ്ടം, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഇലക്ഷൻ സമയത്ത് പല സമയത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും അതുപോലെ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വികാരമാണ് അല്ലെ. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഞാൻ കാണാൻ പോയത്. അതിന് എനിക്ക് വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഒക്കെ സത്യം പറഞ്ഞാണ്ടല്ലോ പൊട്ടക്കിണറ്റിലെ തവളകൾ എന്നല്ലാതെ ഒന്നും പരിഹസിച്ച് ചിരിക്കുക പ്രധാനമന്ത്രിയെ കാണാൻ പോയതിന്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഏത് ലോകത്താണ് ഈ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ. എന്തായാലും കൊള്ളാം, ഞാൻ പ്രധാനമന്ത്രിയെ കണ്ടു. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു, വളരെയധികം ഹാപ്പി ആയിരുന്നു കണ്ടതില്. മറ്റാരേക്കാളും അതിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിലൊക്കെ നമുക്ക് എപ്പോഴും പ്രധാനമന്ത്രിയെ കാണാനാണ് ഞാൻ പോയത്. അതെനിക്ക് സാധിച്ചു. എന്റെ ജീവിതത്തിലെ വലിയൊരു അഭിലാഷമാണ് സാധിച്ചതെന്ന് അതിലൊരു സംശയവുമില്ല. അപ്പൊ ഞാനതിൽ ഹാപ്പിയാണ്. അപ്പം പരിഹസിച്ചിരിക്കുന്നവർ ഈ രാജ്യത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രാജ്യത്ത് പോയി ജീവിക്കാനും നിങ്ങൾക്ക് അവകാശവും അധികാരവും ഉണ്ട്. നിങ്ങൾ അവിടെ പോയി ജീവിക്കും. എന്തിനാണ് ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇത്ര ബുദ്ധിമുട്ടി നമ്മുടെ ഈ ഇവിടെ കടിച്ചു തൂങ്ങി ഇങ്ങനെ കിടക്കുന്നതെന്നാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്. പക്ഷെ ഞാൻ 10 ജന്മം ജനിച്ചാലും എനിക്ക് ഇന്ത്യയിൽ തന്നെ ജനിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജീവിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ കേരളം ഒന്നും തന്നെ നമ്മളല്ല, അതിലും മനോഹരമായ സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പൊ എവിടെങ്കിലും അല്ലെ ജീവിക്കണം, ഈ ഇന്ത്യയിൽ തന്നെ എനിക്ക് ജീവിച്ചിരിക്കണം എന്ന് തന്നെയാണ്. അത് ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങര എപ്പോഴും പറയും. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഏത് രാജ്യത്ത് വേണമെങ്കിലും, പക്ഷെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ജീവിക്കാൻ. അത്രയും ലോകം കണ്ട മനുഷ്യൻ പറയുമ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? അപ്പൊ ഇതെനിക്ക് വളരെയധികം വിഷമം തോന്നിയ ഒരു കാര്യം കൂടാണ്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമസ്കാരം.